ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലൈ മാസ്റ്ററാണ് മാർക്കൊക്കെ ചെയ്തിട്ടുള്ള മാസ്റ്ററാണ്. മാസ്റ്റർ ഗംഭീര പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 2 ദിവസം അതിൻ്റെ ഒരു ചെറിയൊരു റിഹേഴ്സൽ പരിപാടി ഉണ്ടായിരുന്നു. കാരണം കണ്ടാൽ മനസ്സിലാവും അതൊരു ഒറ്റ ഷോട്ടിലാണ് പോകുന്നത്. ഒറ്റ ഷോട്ടിൽ. അപ്പോൾ ആ സമയത്ത് നമ്മളത് കോറിയോഗ്രാഫി ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതെന്താണോ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, ഇതാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സ്, കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് അവസാനിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു 2 ദിവസം ഇതിനൊരു പ്രാക്ടീസ് സെഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ സ്പേസ് ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മളൊരു ഇമാജിനറി ഒരു സംഭവമായിരിക്കുമല്ലോ. പക്ഷെ റിയലായിട്ട് നമ്മൾ ആ മൂത്രപ്പുര ഫൈറ്റ് എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോഴേക്കും അതിൽ വളരെ ചെറിയൊരു സ്പേസ് തന്നെയാണ്. പിന്നെ അതിൽ കണ്ടിരിക്കുന്ന ആ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫേക്ക് അല്ല, അതിൽ ഒറിജിനൽ ബ്രിക്സ് ഉണ്ട്, ഫേക്ക് ആയിട്ടില്ല. നമുക്ക് കാണാനും ഏതാണെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കുറച്ച് പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ. ഇല്ലില്ല, പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ചും കൂടി ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആർട്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആർട്ട് ഫോം ചെയ്യുന്ന പോലെ തന്നെയാണ് ഫൈറ്റ്. അപ്പം അത് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇതിന് മുന്നേ ചെയ്തത് ARM കളരിയാണ് ചെയ്തത്. വീരം എന്ന് പറയുന്ന പടത്തിലാണ് ഞാൻ ആദ്യം വന്നത്, അതിലും കളരിയാണ് ചെയ്തത്. കൽക്കിയിലാണെങ്കിൽ അതൊരു ബോക്സിങ് കൂടി ചെയ്യുന്ന ഒരാളുടെ രീതിയിലുള്ളൊരു വേറൊരു ടൈപ്പ് ഒരു ഫൈറ്റാണ്. അപ്പോൾ എല്ലാ ഫൈറ്റിനും അതിൻ്റെതായ ഒരു ആർട്ടിൻ്റെ ഒരു ഫോമുണ്ട്.